നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വീറുട്ട പോരാട്ടമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമൊക്കെ നടക്കുന്നത്. ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് ആണെങ്കിൽ പിന്നീട് കളം പിടിച്ച് നിറഞ്ഞു കയറി ഇപ്പോൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത് BJP ആണ്. കഴിഞ്ഞ തവണത്തെ 35 സീറ്റ് 65-70 സീറ്റാക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് തിരുവനന്തപുരത്തെ BJP നേതൃത്വം. ഇക്കുറി കോർപ്പറേഷൻ പിടിക്കുമെന്ന് തന്നെയാണ് BJPയുടെ രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനം. അതിനുവേണ്ടി കൃത്യമായി BJP പണിയെടുക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനം അതിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണെന്നാണ്. രാജീവിന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ വാർഡുകളുടെയും പ്രചരണം മുന്നോട്ട് നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 70 വാർഡുകൾ കണ്ടെത്തി ആ 70 വാർഡുകളിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രചരണത്തിന് ഇറങ്ങുന്നു. BJPയുടെ സംസ്ഥാന നേതാക്കൾക്ക് ഓരോ വാർഡുകളുടെയും ചുമതല നൽകുന്നു. അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുകയാണ് BJP. എല്ലായിടങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ച 35 വാർഡുകൾ, കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട നിരവധി വാർഡുകൾ, അതിനെല്ലാം അപ്പുറം ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുന്ന CPMന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന 1 ഡസനോളം വാർഡുകളും BJP കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ അതിശക്തമായ മത്സരം നടക്കുന്നു. അതിനിടയിൽ ചില അടിപ്പണികളുമായി ഇടതു പാർട്ടികളും വലതു പാർട്ടികളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5-6 ദിവസക്കാലമായി കേരളത്തിൽ ചില സർവേകൾ, ചില ഉഡായിപ്പ് സർവേകൾ നടക്കുന്നുണ്ട്. ആ സർവേകൾ കണ്ടെത്തിയ ആ സർവേകളുടെ റിസൾട്ട് കണ്ടാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. മറ്റൊന്നുമല്ല, 40 മുതൽ 45 സീറ്റ് വരെ നേടി UDF രണ്ടാം സ്ഥാനത്ത് വരും. 44 മുതൽ 48 വരെ സീറ്റ് നേടി LDF ഒന്നാമത് വരും. പിന്നെ സീറ്റില്ല. 44 സീറ്റ് കോൺഗ്രസും അല്ലെ UDFും 48 സീറ്റ് LDF നേടിയാൽ പിന്നെ ഉള്ളത് 6-2, 8-2, 10 സീറ്റ്. അതിൽ തന്നെ സ്വതന്ത്രർക്ക് 2 സീറ്റ് പറയുന്നുണ്ട്. പിന്നെ BJPക്ക് സീറ്റ് ഇല്ല. അപ്പൊ BJPക്ക് ഒരു 6-8 സീറ്റ്. അതായത് കഴിഞ്ഞ തവണത്തെ 35-ൽ നിന്ന്, കഴിഞ്ഞതിന് മുൻപത്തെ തവണത്തെ 35-ൽ നിന്ന് ഇത്തവണ BJPക്ക് പരമാവധി കിട്ടുന്നത് 8 സീറ്റ് എന്നാണ് ഈ സർവേകൾ പറയുന്നത്. ഈ സർവേകൾ നടത്തുന്ന ഏജൻസികളെ കുറിച്ച് മനസ്സിലാക്കണം. കഴിഞ്ഞ തവണ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കനകോലുവിന്റെ സർവേ ടീമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ബീഹാറിൽ അധികാരത്തിലെത്തും, ബീഹാറിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച സർവേ ടീമാണ് ഇത്തരത്തിൽ സർവേ നടത്തുന്നത്. അപ്പോൾ ആ സർവേയുടെ ആധികാരികത സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അതും 44 സീറ്റാണ് കോൺഗ്രസിന് പറയുന്നത്. ഒരു 10-15 സീറ്റ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ തവണ 10 സീറ്റിൽ മാത്രം ഒതുങ്ങിയ കോൺഗ്രസിന് ഇത്തവണ ആ സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് RSS ഒരു ഗ്രൗണ്ട് സർവേ നടത്തിയിരിക്കുന്നു. വളരെ കൃത്യമായ ഗ്രൗണ്ട് സർവേ. 55 മുതൽ 60 സീറ്റുകൾ നേടി BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഭരണം പിടിക്കും. BJPയുടെ ഒട്ടുമുക്കാൽ സ്ഥാനാർത്ഥികളും വിജയിക്കും. കഴിഞ്ഞ തവണ 1 വോട്ടിനും 2 വോട്ടിനും 5 വോട്ടിനും ഒക്കെ തോറ്റ BJP സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിജയിക്കും എന്നുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടാണ് RSS നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ നിവാസികളെ, തിരുവനന്തപുരത്തെ ജനങ്ങളെ, നിങ്ങൾ ഈ വ്യാജ സർവേകളിൽ വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. യഥാർത്ഥ സർവേയുടെ റിസൾട്ട് മറ്റൊന്നാണ്. പൈസ വാങ്ങിയും അതുപോലെ മറ്റ് പ്രലോഭനങ്ങളിലും പെട്ടും ഇത്തരത്തിൽ സർവേ നടത്തുന്നവരെ തിരിച്ചറിയണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.